ഹായ്, നമ്മളിന്ന് ഒരു സ്പെഷ്യൽ മസാലയാണ് ഈ മീൻ ഫ്രൈക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 300 ഗ്രാം നെയ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് അതിലേക്ക് ഇതേ മസാല ഇടാൻ വേണ്ടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതിൻ്റെ കൂടെ കുരുമുളക് പൊടി 1 സ്പൂൺ, 1/2 സ്പൂണോളം പെരിഞ്ജീരകപ്പൊടി, 1 സ്പൂൺ നിറച്ചും അരിപ്പൊടി. നമ്മൾ പിന്നെ ഇത് കുഴച്ച് പുരട്ടിയെടുക്കാൻ വേണ്ടി വെള്ളമേ ഉപയോഗിക്കുന്നില്ല. അരിപ്പൊടിയും വെളിച്ചെണ്ണയുമാണ് നമ്മളിതിനകത്ത് ഒരു പ്രത്യേക രീതിയിൽ കുഴച്ചാണ് ഈ മീനിൽ പുരട്ടുന്നത്. ഈ മസാല കൊണ്ട് കഴിയുന്നില്ല, നമ്മളിതിൽ സ്പെഷ്യൽ ഒരു മസാല നമ്മൾ ചേർക്കും. അത് ഈ മീൻ വറുത്തതിന് ശേഷമാണ് ആ മസാല ചേർക്കുന്നത്. കണ്ടോ, അപ്പോഴേക്കും നമ്മൾ ഇതെല്ലാം കുഴച്ചെടുത്തിട്ട് ഈ മീനിലേക്ക് നമുക്ക് അങ്ങ് ശരിക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഞാൻ ആ മീൻ അതിനകത്തേക്ക് ആ മസാല എല്ലാം പുരട്ടി കൊടുക്കുകയാണ്. ഒരു വശം നന്നായിട്ട് പിടിപ്പിച്ചു, അടുത്ത വശം തിരിച്ചു വെച്ചു, അതിലേക്ക് നമ്മൾ ഇതെല്ലാം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ 3 കഷ്ണവും നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഫ്രീസറിലേക്ക് ഈ മസാലയെല്ലാം പിടിക്കാനായിട്ട് വെക്കാം. കണ്ടോ, അങ്ങനെ എടുത്ത മീനാണ് ഇത്. ഇനി നമ്മൾ ഇതിനെ ഒരു ഫ്രൈ പാനിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ അവസാനം കാണണം, എന്നാലാണ് ഇതിൻ്റെ നമ്മൾ ലാസ്റ്റ് ചേർക്കുന്ന മസാല കാണുന്നത്. അവസാനം വരെ വീഡിയോ കാണുക. കണ്ടോ, മീനെല്ലാം 3 കഷ്ണവും ഞാൻ ആ പാനിൽ തന്നെ വെച്ച് കൊടുത്തു. അപ്പോൾ ചെറിയ തീയിൽ അതൊന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. അത് ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത വശം മൊരിയണ്ടേ, അപ്പം നമുക്കൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ആ 3 കഷ്ണവും ഞാൻ അങ്ങനെ തന്നെ ഒന്ന് തിരിച്ചു വെക്കുന്നുണ്ട്. ഇനി അതും കൂടി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇനി ഇതിൻ്റെ അവസാനമാണ് ഇതിൻ്റെ രുചികരമായ മസാല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ മീൻ നമ്മൾ മൊരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. നല്ലപോലെ പിടിച്ചു. ആ ചട്ടി തന്നെ നമ്മൾ ചരിച്ച് വെച്ചിട്ട് ഒരു 5 ചുള വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഇനി അതിൻ്റെ കൂടെ തന്നെ അത്രയും തന്നെ ചുവന്നുള്ളിയും കൂടി ചതച്ച് ഇടുന്നുണ്ട്. അത് രണ്ടും ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം, ആ ഉള്ളിക്ക് വേണ്ട ആവശ്യമുള്ളത്. അതൊന്ന് മൊരിയട്ടെ. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു 2 പച്ചമുളകും കൂടി, 2-3 പച്ചമുളക് നമുക്കൊന്ന് ചതച്ച് ചേർക്കാം. ഒന്ന് പൊട്ടിച്ചിട്ട് അതും ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു പച്ചമുളകും ആ വെളുത്തുള്ളിയുടെ കഷ്ണവും കൂടി കൂട്ടിയിട്ട് വേണം ഈ മീൻ കഴിക്കാൻ. അസാധ്യ രുചിയാണ് അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ ദേ കണ്ടോ, ഞാൻ ആ വറുത്ത വെളുത്തുള്ളിയും പച്ചമുളകും ആ ചുവന്നുള്ളിയും കരിവേപ്പിലയും എല്ലാം കോരി വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പൊരിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ.